നമസ്കാരം. പതഞ്ജലിയോട് വീണ്ടും കടുപ്പിച്ച് സുപ്രീം കോടതി. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ പതഞ്ജലി മാപ്പ് പറഞ്ഞതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. കോടതിയുടെ നിർദ്ദേശപ്രകാരം പതഞ്ജലി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിന് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ചെറിയ കോളത്തിലായിരുന്നു പതഞ്ജലി ഖേദം പ്രകടിപ്പിച്ച വാർത്ത നൽകിയത്. ഇതാണ് കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയത്. തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശങ്ങൾ ഉൾപ്പെട്ട പരസ്യത്തിന്റെ അത്രയും വലിപ്പം ഉള്ളതായിരിക്കണം മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള അറിയിപ്പെന്നും സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചു. പതഞ്ജലിയുടെ മാപ്പ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരുമോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. പതഞ്ജലിക്കെതിരായ കോടതിയലക്ഷ്യ ഹർജി കോടതി 30ലേക്ക് മാറ്റി. പതഞ്ജലിയുടെ മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണയും ബാബ രാംദേവും കോടതിയിൽ ഹാജരായിരുന്നു. ജഡ്ജിമാരായ ഹിമ കോഹ്ലി, എ അമാനുള്ള എന്നിവരാണ് ഹർജി പരിഗണിച്ചത്. പത്രങ്ങളിൽ മാപ്പപേക്ഷ പ്രസിദ്ധീകരിച്ചെന്നും ഇക്കാര്യം വ്യക്തമാക്കി പത്രസമ്മേളനം നടത്തിയെന്നും പതഞ്ജലിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹ്തഗി പറഞ്ഞു. നിങ്ങൾ പത്രങ്ങളിൽ സാധാരണ നൽകാറുള്ള ഫുൾ പേജ് പരസ്യങ്ങളുടെ അത്രയ്ക്കുണ്ടായിരുന്നു മാപ്പപേക്ഷ എന്നായിരുന്നു ജസ്റ്റിസ് ഹിമ കോഹ്ലിയുടെ ചോദ്യം. 67 പത്രങ്ങളിൽ മാപ്പപേക്ഷ പരസ്യമായി നൽകി. ഇതിന് ലക്ഷക്കണക്കിന് രൂപ ചെലവായെന്നും റോഹ്തഗി പറഞ്ഞു. നിങ്ങൾ സാധാരണ നൽകാറുള്ള പരസ്യങ്ങളുടെ അത്രയ്ക്കും രൂപ മാപ്പപേക്ഷയ്ക്ക് ചെലവായി എന്നും ജഡ്ജി ചോദിച്ചു. പ്രസിദ്ധീകരിച്ച മാപ്പപേക്ഷയുടെ പകർപ്പുകൾ ഹാജരാക്കാത്തതിന് കോടതി പതഞ്ജലിയുടെ അഭിഭാഷകനെ ശാസിച്ചു. അടുത്ത തവണ ഇവയെല്ലാം ഹാജരാക്കണമെന്നും നിർദ്ദേശിച്ചു. എന്ത് വലുപ്പത്തിലാണ് മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് തങ്ങൾക്ക് കാണണം. മാപ്പ് പ്രസിദ്ധീകരിച്ചത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി കണ്ടുപിടിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്നും കോടതി പറഞ്ഞു. തെറ്റിദ്ധാരണാജനകമായ പരസ്യങ്ങൾക്കെതിരായ നിയമം പ്രയോഗിക്കാത്തതിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തെയും കോടതി വാദത്തിനിടെ വിമർശിച്ചിരുന്നു. ഇത്തരം പരസ്യങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും പറഞ്ഞു. അതേസമയം നേരത്തെ ഈ കേസിൽ തെറ്റുപറ്റിയെന്നും ഇനി ആവർത്തിക്കില്ലെന്നുമായിരുന്നു ബാബ രാംദേവ് കോടതിയിൽ പറഞ്ഞത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണെന്നായിരുന്നു അന്ന് കോടതിയുടെ പ്രതികരണം. കോടതിയുടെ മുന്നിൽ കള്ളം പറയരുതെന്നും കോടതിയിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാതിരിക്കാൻ അത്ര നിഷ്കളങ്കനാണ് താങ്കളെന്ന് കരുതുന്നില്ലെന്നും നേരത്തെ കോടതി രാംദേവിനോട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് കേസ് ഇന്നത്തേക്ക് പരിഗണിക്കാൻ മാറ്റിയത്. മാപ്പ് പറഞ്ഞുകൊണ്ട് ഇരുവരും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ കോടതി നേരത്തെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് എടുത്തപ്പോൾ ഇരുവരും നിരുപാധികം മാപ്പ് പറയുന്നതായി സീനിയർ അഭിഭാഷകൻ മുകുൾ റോഹ്തഗി കോടതിയെ അറിയിച്ചു. തുടർന്ന് ഇരുവരോട് സംസാരിക്കാൻ ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലിയും എ അമാനുള്ളയും അടങ്ങിയ ബെഞ്ച് ആവശ്യപ്പെടുകയായിരുന്നു. തനിക്ക് പിഴവ് സംഭവിച്ചെന്നും ക്ഷമിക്കണമെന്നും ബാബ രാംദേവ് കോടതിയോട് അപേക്ഷിച്ചെങ്കിലും ഈ ക്ഷമ ചോദിക്കൽ ഹൃദയത്തിൽ നിന്നുള്ള അല്ലെന്ന് കോടതി വിമർശിച്ചിരുന്നു. ഒരു പാരഗ്രാഫിലാണോ കോടതിക്ക് മറുപടി നൽകേണ്ടതെന്നും അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ പറയാം എന്നത് എന്ത് പ്രയോഗമാണെന്നും കോടതി ചോദിച്ചു. കോടതിയിൽ ഉറപ്പ് നൽകിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പ്രസ്താവന നടത്തിയത്. എല്ലാ തലവും ലംഘിച്ചു. കേന്ദ്രം ഇത്രയും കാലം കണ്ണടച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും കോടതി പറഞ്ഞിരുന്നു. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അലോപ്പതി ഉൾപ്പെടെ മറ്റ് ചികിത്സാ രീതികളെ വിമർശിക്കാവൂ എന്ന് ഇരുവരോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഏതെങ്കിലും ഒരു വ്യക്തിയോ സ്ഥാപനത്തെയോ ലക്ഷ്യം വെച്ചല്ല കോടതിയലക്ഷ്യ നടപടിയെന്നും എല്ലാവരും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നടപടിയെന്നും സുപ്രീം കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. തെറ്റായ പരസ്യങ്ങൾക്കെതിരെ എടുക്കുന്ന ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമത്തിലെ ചട്ടം 170 അനുസരിച്ച് ഇനി നടപടി പാടില്ലെന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 29-ന് ആയുഷ് മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതിയിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാവുന്ന ചട്ടം പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നതായും ആ കത്തിൽ കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചിരുന്നു. തെറ്റായ പരസ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നത് മന്ത്രി പാർലമെന്റിൽ പറഞ്ഞതിനു ശേഷം ഇത്തരം കത്തയച്ചത് എന്തിനാണെന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. പതഞ്ജലി ആയുർവേദത്തിന് പുറമെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്ന മറ്റ് ബ്രാൻഡുകൾക്കെതിരെ സ്വീകരിച്ച നടപടി അറിയിക്കാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇത്തരം ബ്രാൻഡുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്ന അലോപ്പതി ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. തെറ്റിദ്ധാരണ ജനിപ്പിക്കും വിധത്തിൽ പരസ്യം നൽകിയെന്നാണ് പതഞ്ജലിക്കെതിരായ കേസ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് പരാതി ഉന്നയിച്ചത്. അലോപ്പതി അടക്കമുള്ള ആരോഗ്യശാഖകളെ കളിയാക്കുന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുവെന്നുമായിരുന്നു പരാതി. പരസ്യങ്ങൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി നോട്ടീസ് നൽകിയെങ്കിലും ഇവരാരും പ്രതികരിച്ചിരുന്നില്ല. പിന്നീട് കോടതിയലക്ഷ്യ നടപടിയുമായി സുപ്രീം കോടതി മുന്നോട്ട് പോവുകയായിരുന്നു.